നമ്മുടെ കാലത്തെക്കുറിച്ച് നമ്മൾ കണ്ടമാനം പരാതിപ്പെടാറുണ്ട്. നമ്മുടെ കാലം അങ്ങനെയാണ്, ഇങ്ങനെയാണ്. പുതിയ ചെറുപ്പക്കാർ റീലിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ അഭിരമിക്കുകയാണ്. അവരെ ഒന്നും നാടകം കാണാനോ കളിക്കാനോ ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള കൂട്ടുകൂടാനുള്ള ഇടങ്ങൾ ഇല്ലാതാവുന്നു. നാട്ടിൽ നിരവധി പ്രശ്നങ്ങൾ, ഫാസിസത്തിൻ്റെ വരവ് മുതൽ ജാനകി എന്നോ ബീഫെന്നോ പേരുണ്ടെങ്കിൽ സെൻസർ ചെയ്യപ്പെടില്ല എന്ന നിയമവും അതിനെതിരെ വലിയ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം മുതൽ മനുഷ്യരെ വേർതിരിക്കുന്ന അതിർത്തികൾ പല രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ കലുഷിതമായൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറയുന്നു. ഇത് ഈ കാലത്തിൻ്റെ ചില പ്രത്യേകതകളാണ്. പക്ഷേ എല്ലാ കാലത്തും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള സാമൂഹ്യ പ്രതിസന്ധികൾ, എനിക്ക് ആ വാക്ക് പറയാനാണ് ഇഷ്ടം, സാമൂഹ്യ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ നാടകം കളിച്ച കാലത്ത് അടിയന്തരാവസ്ഥയും അതുണ്ടാക്കിയ അന്തരീക്ഷവും അതിനെതിരെയുള്ള അടക്കിപ്പിടിച്ച കലാപങ്ങളും, ഇപ്പോൾ ഗഫൂർക്കയൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇത് കൊടുങ്ങല്ലൂരിൻ്റെ സ്ഥലമാണ്. ഒളിവിലും തെളിഞ്ഞും മറഞ്ഞുമൊക്കെ പോവുകയും അന്ന് പക്ഷേ ഈ ആളുകൾ എങ്ങനെയാണ് സംഘം ചേർന്നത്, ആളുകൾ എങ്ങനെയാണ് പരസ്പരം സംസാരിച്ചത്, ഇത്തരം സാമൂഹിക പ്രതിസന്ധികൾ പരിഹാരം എന്താണ്? സാമൂഹിക പ്രതിസന്ധികൾ പരിഹാരം സൈദ്ധാന്തിക പ്രഭാഷണങ്ങൾ കേൾക്കലോ വലിയ പുസ്തകങ്ങൾ വായിക്കലൊന്നുമല്ല. നാട്ടിലെ ആൾക്കാർ കൂട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയുക എന്നുള്ളതാണ്. ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ ഓർക്കുന്നു, എന്നെ നാടകക്കാരനാക്കിയതിൻ്റെ കാരണം സ്കൂൾ ഓഫ് ഡ്രാമയോ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയോ അതുപോലുള്ള സ്ഥാപനങ്ങളോ അല്ല. എൻ്റെ പ്രായത്തിലുള്ള എന്നേക്കാൾ മുതിർന്ന ആളുകൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ വൈകുന്നേരങ്ങളിൽ നാട്ടിലെ കലുങ്കിലോ സ്കൂളിൻ്റെ തിണ്ണയിലോ ഒക്കെ കൂടിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുകയും തർക്കിക്കുകയും സംസാരിക്കുകയും ചെയ്ത വഴിയാണ്. അപ്പോൾ ഇത്തരമുള്ള സോഷ്യൽ ഇൻ്ററാക്ഷൻ, സാമൂഹികമായ ഇടപെടലുകൾ, അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള വ്യത്യാസം. അവിടെയാണ് ഈ റീലും മനുഷ്യൻ ചെറുതായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഒറ്റപ്പെടാൻ പറ്റുക? ഒരു വീട്, അടുത്ത വീട്, ഒരു ഗ്രാമം, അടുത്ത ഗ്രാമം, ഒരു വ്യക്തി, വേറൊരു വ്യക്തി, അങ്ങനെ ഈ ഏറ്റവും ചുരുങ്ങി അവനവനിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു പ്രതിഭാസം, ഒരു പ്രത്യേക രാഷ്ട്രീയ അവസ്ഥ. അതൊരു രാഷ്ട്രീയ അവസ്ഥയാണ്. ഒരുവൻ അവനവനിലേക്ക്, അവനവൻ്റെ സെൽഫിയിലേക്ക്, അവനവൻ്റെ റീലിലേക്ക് ചുരുങ്ങിപ്പോകുന്നൊരു രാഷ്ട്രീയ അവസ്ഥ. അതാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണമായിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ബീഫ് സെൻസർ ചെയ്യാത്തതിൻ്റെ പ്രശ്നവും ഇത്തരം രാഷ്ട്രീയ അവസ്ഥകളാണ്. ആളുകൾ, ചെറുപ്പക്കാർ അവരുടെ അഭിപ്രായങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ പരസ്പരം പങ്കുവയ്ക്കുന്നില്ല. വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത്. ചെറുപ്പത്തിൽ റാഡിക്കലായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു വഴിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെയൊക്കെ ശരിക്കേടുകളെക്കുറിച്ച് തർക്കിക്കാനും വായിക്കാനും ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ കൂടിയ ഈ ഗ്രാമീണമായ കൂട്ടം കൂടലുകളാണ്. അതിന് പൊതു ഇടങ്ങൾ ഉണ്ടാവണം. അന്ന് കലുങ്കിലൊക്കെ ഇരിക്കാമായിരുന്നു, സ്കൂളിൻ്റെ മുറ്റത്തിരിക്കാമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അവിടെയാണ് സ്വാഗത പ്രസംഗൻ പറഞ്ഞ പ്രശ്നം. നാട്ടിലെ ആളുകൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഇടമുണ്ടാവുക. പൊതു ഇടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. അതെ, പ്രിയൻ പറഞ്ഞില്ലേ, ഒരു നാടകം കളിക്കാൻ പറ്റില്ല, സ്ഥലം കിട്ടില്ല. 80കളുടെ അവസാനം എറണാകുളത്ത് നാടകം കളിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഫൈൻ ആർട്സ് സൊസൈറ്റി നമുക്കത് ഫ്രീ ആയിട്ട് തരുമായിരുന്നു. ഇന്ന് അവിടെ നാടകം കളിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ വാടക കൊടുക്കണം. 1 ലക്ഷം രൂപ വാടക കൊടുത്ത് ആർക്കും അവിടെ നാടകം കളിക്കാൻ പറ്റില്ല. കുറച്ച് തരാമെന്നൊക്കെ പറയും വേണമെങ്കിൽ. സ്കൂളിൻ്റെ മുറ്റങ്ങൾ, ഈ സ്ഥലം മതി നമുക്ക് നാടകം കളിക്കാൻ. അങ്ങനെ വലിയ സന്നാഹമൊന്നും വേണ്ട. ഏത് സ്ഥലത്തെയും ഒരു നാടക വേദിയായി സങ്കല്പിക്കാനും സ്വരൂപിക്കാനും അത് നിവർത്തിക്കാനുമുള്ള ശേഷി, പ്രായോഗിക ബുദ്ധി നാടകം കളിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവും. അതിന് വേറെ എങ്ങും പഠിച്ചിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നാടകം കളിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ സ്ഥലത്തിൻ്റെ സാധ്യതകൾ. ഇപ്പോൾ ഞാനൊക്കെ ആദ്യം നാടകം കളിച്ചത് ഞങ്ങളുടെ സ്കൂളിൻ്റെ മുറ്റത്തൊക്കെ തന്നെയാണ്. അവിടെ സ്റ്റേജൊന്നുമില്ല. പക്ഷേ അവിടെ നമ്മൾ നാടകം കളിക്കാൻ തുടങ്ങുന്നു.
ഈ കലിങ്കിലിരുന്ന് കൂട്ടം കൂടി വർത്തമാനം പറഞ്ഞ നാട്ടു സമിതി ഒരു ചെറിയ ക്ലബ്ബ് ഉണ്ടാവുകയും എല്ലാ ദിവസവും വൈകിട്ട് അവിടെ വരികയും ചെസ് കളിക്കുകയോ ക്യാരംസ് കളിക്കുകയോ ചെയ്യുകയും നാടകം കളിക്കുകയും വോളിബോൾ കളിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരുടെ ഒരു സംഘം ചേരലുണ്ട്. അത്തരം ഗ്രാമീണമായ സംഘം ചേരലുകളാണ് ഇല്ലാതായിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാനൊക്കെ നാടകം വേണ്ടി പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാടകം ഉണ്ടാക്കിയാൽ കളിക്കാൻ അധികം സ്ഥലമില്ല എന്നുള്ളതാണ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, 94-ലാണ് ഞാൻ കാവാലത്തിൻ്റെ പുറനാടി എന്നുള്ള നാടകം ചെയ്യുന്നത്. കാവാലത്തിൻ്റെ നാടകങ്ങൾ എങ്ങനെയാണ് പൊതുജനം ഏറ്റെടുക്കുക നമുക്കറിയാം. 31 സ്റ്റേജുകൾ കേരളത്തിൽ മാത്രം ഒരു വർഷത്തിനാൻ കളിച്ചു. ഈ സ്റ്റേജുകൾ സംഘടിപ്പിച്ചു തന്നത് നാട്ടിൻപുറത്തെ ഇതുപോലുള്ള ഇടങ്ങളാണ്. അങ്ങനെ ഗ്രാമീണമായ ഇടങ്ങളാണ് വിളിച്ച് നാടകം കളിപ്പിച്ചിരുന്നത്. ഇന്ന് പ്രിയനൊക്കെ നാടകം കളിച്ചപ്പോൾ ഇവിടെ തന്നെ ഒന്ന് കുറെ കളിച്ചതല്ലേ പറയുന്നത്. ഓരോ നാട്ടിൻപുറത്തും നാടകക്കാരെ വിളിച്ച് കളിപ്പിക്കാനുള്ള മത്സരങ്ങളോ അല്ലാതെയോ ക്ലബിൻ്റെ വാർഷികമോ തിയേറ്റർ സൊസൈറ്റിയുടെ വാർഷികമോ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഓണാഘോഷമോ ഒരു നാടകം കളിക്കാം. ഈ നാടകം ഞങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. നാടകം കളിക്കും, നമ്മുടെ അറിവിൻ്റെ നാടകങ്ങളാണ്. നമ്മുടെ ബോധം വെച്ച് നമുക്ക് കിട്ടാവുന്ന ആക്ടേഴ്സിനെ ഉപയോഗിച്ച് നമുക്ക് കിട്ടാവുന്ന റിസോഴ്സസ് ഉപയോഗിച്ച് അതിനകത്ത് നിന്നുകൊണ്ട് നാടകം കളിക്കുക. അത് നാട്ടിലുള്ള ആൾക്കാർ തന്നെ ഒന്ന് ആദ്യം കാണുക. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നതിന് പുറമേ നിന്ന് ഇപ്പോൾ ഞങ്ങളുടെ ഒരു സംഘം വന്ന് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഊഷ്മളതയുണ്ട്. നമ്മുടെ സ്വന്തം നമ്മളറിയുന്ന ആളിവിടെ കളിക്കുകയാണ്, അവൻ എന്ത് ചെയ്താലും നമുക്ക് കാണാനൊരിതുണ്ട്. അപ്പം ഈ മണ്ണിൽ നിന്ന് കാണാൻ കളിക്കുമ്പോൾ അങ്ങനെ കളിച്ചു തുടങ്ങുമ്പോഴാണ് ഇതിനപ്പുറത്തിനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചിക്കുക. അപ്പോഴാണ് അവിടെ ഒരു നാടകമുണ്ട്, അവരുടെ നാടകം കൊള്ളാമെന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ വിളിച്ചൊന്ന് കളിപ്പിക്കാം. അങ്ങനെ വിളിച്ച് കളിപ്പിക്കുന്നത് വഴി ഉണ്ടാകുന്നൊരു പരസ്പരമുള്ള ഇടപെടലുണ്ട്. ഇത്തരം ഇടപെടലുകളാണ് 80കളിൽ ഉണ്ടായിരുന്ന പ്രത്യേകത. 90കളിൽ വരുന്നത് അത് കുറച്ച് നാളായുള്ളത് ഈ അവനവനിലേക്ക് ചുരുങ്ങിയപ്പോൾ, ഇതുപോലുള്ള സംഘങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ, ഇതുപോലുള്ള കൂട്ടായ്മകൾ ഇല്ലാതെ വന്നപ്പോഴാണ് അത്തരം കാര്യങ്ങൾ നഷ്ടപ്പെട്ടത്. അപ്പോഴാണ് നമ്മൾ ഇറ്റ്ഫോക്കിൽ സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകുന്നത്. കാരണം വേറൊരു വേദിയില്ലല്ലോ. ചില ഫെസ്റ്റിവലുകൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാകുന്നത് നമ്മൾ അവനെ തെറി പറയും, നമ്മളെ തെറി പറയും, കിട്ടിയാലും പ്രശ്നമാണ്. ഇറ്റ്ഫോക്കിൽ നാടകം കിട്ടിയതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ, നാടകം കളിച്ചതിൻ്റെ പേരിൽ. നമ്മളൊരു നാടകം അവിടെ സെലക്ഷൻ കിട്ടി കളിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടാത്ത ആളുകളുടെ മുഴുവൻ ശത്രുവാകും ഈ കിട്ടിയ ആൾ. പണ്ട് പി ബാലേന്ദ്രൻ ഒരു രഹസ്യം പറഞ്ഞു ഈ നാടക മത്സരത്തെക്കുറിച്ചിട്ടാണ്. ഈ ജഡ്ജ് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഞാനൊക്കെ ഒത്തിരി ജഡ്ജ് ചെയ്യാൻ പോയിട്ടുള്ള ആളാണ്. ഇപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞാൽ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര പ്രശ്നമാണ്. എന്താ പ്രശ്നം? നമ്മൾ 12 നാടകത്തിൽ ഒരു നാടകത്തിന് ഫസ്റ്റ് കൊടുത്തു, സമ്മാനം കൊടുത്തു. 11 നാടകക്കാർ നമ്മുടെ ശത്രുവാകുകയാണ്. ഈ കിട്ടാത്ത 11 പേരും ശത്രുവാകുകയാണ്. എന്നാൽ നമ്മൾ കൊടുത്തു തീർത്തനുണ്ടല്ലോ, അവൻ നമ്മളെ അംഗീകരിക്കില്ല. അത് എൻ്റെ കേമത്തം കൊണ്ട് എനിക്ക് കിട്ടിയെന്ന് അവൻ്റെ ഭാവം. അപ്പോൾ ഫലത്തിൽ ഈ 12 പേരും പ്രശ്നമാണ്. അതുപോലെ ആ ഇറ്റ്ഫോക്ക് മാറിയിരിക്കുകയാണ്. കിട്ടിയാലും പ്രശ്നമാണ്, കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ്. അതിനൊക്കെയുള്ള മറുപടി ഇത്തരം സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ തോന്നിയത്. കൊടുങ്ങല്ലൂർ തിയേറ്റർ സൊസൈറ്റി, കൊടുങ്ങല്ലൂർ അത്ര മോശം സ്ഥലമൊന്നുമല്ല. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ മധ്യ തൃശ്ശൂർ മുതൽ ഒരുപക്ഷെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൗദ്ധികമായി വായനയുടെയും സിനിമയുടെയും നാടകത്തിനെയും ഒക്കെ പിൻപറ്റുന്ന നിരവധി ആളുകളുടെ ഒരു സ്ഥലമാണ്. പണ്ട് ഐസക്ക് ധനകാര്യ ഉപമന്ത്രി ആയിരുന്നപ്പോൾ ഓരോ ജില്ലയിലും 40 കോടി രൂപ വീതം കൊടുത്ത് ഓരോ തിയേറ്റർ കോംപ്ലക്സ്, സാംസ്കാരിക കോംപ്ലക്സ്, അവിടെ തിയേറ്റർ, സിനിമ, മറ്റ് പല പരിപാടിക്ക് സ്ഥലം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ തിരഞ്ഞെടുക്കാനുള്ള ഒരു 10-12 പേരുടെ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇത് തൃശ്ശൂർ നഗരത്തിൽ വേണമെന്നാണ് തൃശ്ശൂരിൽ നിന്ന് വന്ന പ്രഭ്രാജയിലെ ആൾക്കാർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് തൃശ്ശൂർ കൊടുക്കണ്ട, കാരണം അവിടെ ഇപ്പോൾ തന്നെ സംഗീത അക്കാദമി ഉണ്ട്, സ്കൂൾ ഓഫ് ഡ്രാമയുണ്ട്, എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഇത് കൊടുക്കാൻ കൊടുങ്ങല്ലൂരാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ? തൃശ്ശൂർക്കാർക്ക് ഇവിടെ ഒന്ന് കണ്ടിട്ട് പോവുകയും ചെയ്യാം. ഇത് കൊടുങ്ങല്ലൂരിനൊരു പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഒരു 4 ഏക്കർ സ്ഥലം ഇതിന് കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരുന്നു. അത് നടന്നില്ല എന്നതുകൊണ്ട് ഇവിടെ നടന്നില്ല. അത് പാലക്കാടും കൊല്ലത്തും തുടങ്ങിയിട്ടുണ്ട്, കാസർഗോഡ് എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ എന്ത് നടക്കുന്നു ചോദിക്കരുത്, ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഐസക്കിനോട് അന്ന് ഞാൻ ചോദിച്ച ചോദ്യമാണ്, ഇത് പണി കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കും?
അതിനുള്ള സംവിധാനം സർക്കാരിൻ്റെ ആലോചനയിലുണ്ടോ? ഉടനെ പറഞ്ഞാൽ ഞങ്ങൾക്കില്ല. അത് അതാത് സ്ഥലത്തെ കലാകാരന്മാരെ തീരുമാനിച്ചാൽ മതി അവിടെ എന്ത് നടക്കുന്നു, അത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അതായത് ഈ 3 സ്ഥലത്ത് പണി കഴിഞ്ഞ് ബാക്കിയുള്ളത് നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ഗ്രാമീണമായ കൂട്ടായ്മകൾ, ഇവിടെ ഉണ്ടാകുന്ന നാടകങ്ങൾ, ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഭാരതത്തിൻ്റെ നാടകവേദി, ഇന്ത്യയുടെ നാടകവേദി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊള്ളുന്നതായിരിക്കണം. അതിൻ്റെ കണ്ടന്റ് ആണെങ്കിലും രൂപമാണെങ്കിലും ചെയ്ത്തിൻ്റെ രീതിയാണെങ്കിലും ഗ്രാമീണമായ ഒരു സെൻസിറ്റിവിറ്റിയും സെൻസിബിലിറ്റിയും അതിനുണ്ടാവണമെന്ന് പറയാറുണ്ട്. അതിൻ്റെ അങ്ങേത്തലകിലാണ് നമ്മൾ തനതെന്നൊക്കെ പറഞ്ഞാൽ പോയത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു ഗ്രാമീണമായ ഉത്തരങ്ങൾ, ചോദ്യങ്ങൾ ഇത്തരം നാടകങ്ങൾക്ക് സാധിക്കും. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നാടകത്തിൽ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം? ഈ നാടകത്തിൽ പറയുന്നത് തീർച്ചയായും നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ, ഈ നാടിൻ്റെ ജീവിതാനുഭവങ്ങൾ പറയും. ചെറുപ്പക്കാർ തമ്മിൽ 50 പേര് ഒരു നാടകത്തിൽ അഭിനയിക്കാൻ തീരെ മോശം കാര്യമൊന്നുമല്ല. കാരണം 50 ചെറുപ്പക്കാർ പരസ്പരം സംസാരിച്ചിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ വർഷം 50 ചെറുപ്പക്കാർ പരസ്പരം സംസാരിക്കുകയും അവർ ഇടപെടുകയും ചെയ്തിരിക്കുന്നു. ഇത് തുടർന്ന് പോകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് ഒരൊറ്റ കളിയിൽ അവസാനിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇത് സമർപ്പിച്ചുകൊണ്ട് എനിക്ക് ആഗ്രഹിക്കാനുള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ, ഇത് എങ്ങനെ കളിക്കണം എന്നുള്ള ഉത്തരം, ഇത് തന്നെ കണ്ടപ്പോൾ ഒരു കൗതുകമുണ്ട്. ഇതെങ്ങനെയാണ് ഈ സ്പേസ് ചെയ്യുന്നത്, ഈ സ്പേസിൻ്റെ സാധ്യത എന്തൊക്കെയാണ്, ഇവിടെയുള്ള സാങ്കേതിക സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഇവിടെ സ്വരൂപിക്കാൻ കഴിയുന്ന മെറ്റീരിയൽസ്, പണം, എനർജി, ബോധങ്ങൾ ഇതൊക്കെയാണ് ഈ രൂപത്തെ തീരുമാനിക്കുന്നത്. ഇത് തീർച്ചയായും വളരെ പ്രധാനമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും മഹത്തമായ നാടകമായിക്കൊള്ളാൻ നമുക്ക് വാശി പിടിക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള പ്രാദേശികമായ ഇത്തരത്തിലുള്ള സംഘങ്ങൾ കേരളത്തിൽ ഇല്ലാതെ പോയതാണ് വാസ്തവത്തിൽ മലയാള നാടകത്തിൻ്റെ പ്രതിസന്ധി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊക്കെ നാടകം കളിച്ചു തുടങ്ങിയപ്പോൾ നമ്മളെ താങ്ങി നിർത്താൻ ഇതുപോലെ ഉച്ചയ്ക്ക് റിഹേഴ്സൽ എടുക്കുമ്പോൾ പൊതിച്ചോറുമായിട്ട് വരുന്ന അയലങ്കാരുണ്ടായിരുന്നു, നമ്മൾ കഴിക്കാൻ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ റിഹേഴ്സൽ എടുത്തത് മിക്കവാറും ആദ്യകാലത്തൊക്കെ കളിച്ചത് മുറ്റത്തോ ചെറിയ തെങ്ങുംപറമ്പിലൊക്കെ തന്നെയാണ്. ആ വീടുകളിലൊക്കെ തന്നെയാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. അതുപോലുള്ള സ്ഥലങ്ങളിലാണ് നാടകം കളിച്ചിട്ടുള്ളത്. പിന്നീട് കളിച്ചു കിട്ടിയ തിരിച്ചറിവുകളും ഈ കളിയുടെ ഭാഗമായി മറ്റു നാടകങ്ങൾ കണ്ടു കിട്ടിയ അറിവുകളും ബോധ്യങ്ങളുമാണ് നിരന്തരമായി നമുക്ക് നമ്മുടെ നാടക സമീപനത്തെ, നാടകത്തിൻ്റെ ഭാഷയെ, നാടകത്തിൻ്റെ രീതിയെ, നാടകത്തിൻ്റെ സംഘാടനത്തെ, അത് വളരെ പ്രധാനമാണ്. നാടകത്തിൻ്റെ കണ്ടന്റും രൂപവും മാത്രമല്ല, നാടകത്തിൻ്റെ പരിശീലന രീതി, നാടകത്തിൻ്റെ സംഘാടനം, ഇത് വളരെ പ്രധാനമാണ് ഇതിനെയൊക്കെ നിർണ്ണയിക്കുന്നത്. ഇത്തരം നിർണയങ്ങൾ കൂടുതൽ ഉണ്ടാവേണ്ടത് കൂടുതൽ കലുഷിതമായി ഈ കാലത്തിൻ്റെ ആവശ്യമാണ്. കാലം കൂടുതൽ കലുഷിതമാകും തോറും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവണം. അതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ ഇവിടെ നിന്ന് ഞാനിങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഞാൻ വന്ന നാടക വഴി ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നല്ലോ എന്നുള്ള ഓർമ്മയാണ് എനിക്കുണ്ടാവുന്നത്. അതുകൊണ്ട് വളരെ ഹൃദയപൂർവ്വം, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ നാടക ശ്രമം ഞാൻ സമർപ്പിക്കുന്നത്. ഇത് തുടർന്ന് കളിക്കാനുള്ള സാധ്യത ഉണ്ടാവട്ടെ, ഇതിന് തുടർച്ചകൾ ഉണ്ടാവട്ടെ, ഈ നാടകത്തിന് നിരവധി അരങ്ങുകൾ ഉണ്ടാവട്ടെ, ഇത് പുറത്തേക്ക് പോകാനും കാണിക്കാനും പറ്റട്ടെ, ഇതിനു ശേഷം വേറെ നാടകങ്ങൾ ഉണ്ടാവട്ടെ, ഇങ്ങോട്ടേക്ക് കൂടുതൽ നാടകങ്ങൾ വിളിച്ച് കളിപ്പിക്കാനും അതിനോട് സംസാരിക്കാനുമുള്ള സാധ്യത ഉണ്ടാവട്ടെ. അതിലൊരു നാടകം ഞാൻ ചെയ്യുന്ന നാടകം കൂടി ആവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.